നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് ഐറ്റമായിട്ടാണ് നമ്മുടെ അജിതയുടെ വരവ്. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. കാണാൻ നമുക്ക് എല്ലാം പരിചയമുള്ള സാധനമാണെങ്കിലും ചേർത്ത് വരുമ്പോൾ തികച്ചും ഒരു പുതിയ വസ്തു തന്നെയാണ്. മറ്റൊന്നുമല്ല, സ്റ്റഫ്ഡ് ബ്രെഡ് റോൾസാണ്. ബ്രെഡിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ട് അത് റോൾസാക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് അജിതയോട് ചോദിച്ചു പഠിക്കാം. അജിത, ഇത് എവിടെ നിന്ന് കിട്ടി? ആദ്യം അത് അറിയട്ടെ. വല്ല ബേക്കറിയിൽ നിന്നാണോ അതോ ഹോം മെയ്ഡാണോ? ഇല്ല, ഇത് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം വീട്ടുകാർക്ക് നന്ദി ഇങ്ങനെയൊക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യണതിന്. പിന്നെ കൂടാതെ ഇത് വളരെ എന്താ പറയുക, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൂടുതലുള്ളത്. എന്ന് വെച്ചാൽ വീട്ടിൽ സ്ഥിരം കാണപ്പെടുന്ന കാര്യങ്ങൾ തന്നെ, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ പുതുമയുള്ളത്. പക്ഷെ അത് ഒരു രീതിയിലും മറു രീതിയിൽ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പം അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റഫ്ഡ് ബ്രെഡ് റോൾസ് ആണ് ചെയ്യുന്നത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6 സ്ലൈസ് ബ്രെഡ് ഉണ്ട്. പാല് ഒരു ചെറിയ കപ്പ്, തേങ്ങ, എള്ള്, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പഞ്ചസാര, ഏലക്ക നന്നായിട്ട് പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, വെളിച്ചെണ്ണ. ഇത്രയാണ് നമ്മളെ ചേർവുകൾ. ഇനി ഇത് ചേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. തുടങ്ങാം. ആദ്യം എവിടുന്ന മിക്സിങ് ആണോ? ആദ്യം ബ്രെഡ് പൊടിച്ചെടുക്കാം. ബ്രെഡ് പൊടിക്കണം. ഓക്കെ. ബ്രൗൺ പീസും സ്ലൈസും ഇടും. എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യും. ജാറിട്ടാ മതി. ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മുടെ സൈഡ് പീസിനൊക്കെ ഒരു ഉപയോഗം വരുന്നുണ്ട്. ബാക്കി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പീസ് എപ്പോഴും എല്ലാവരും ആ ലൂഫിൽ നിന്ന് എടുത്ത് കളയുമല്ലോ. വെള്ളം വല്ലതും ചേർക്കുമോ അതോ വെറുതെ പൊടിച്ചെടുത്താൽ മതി? നന്നായിട്ട് പൊടിക്കണ്ടേ? അപ്പോൾ നമുക്കിനി പൊടിച്ചെടുക്കാം. ഓക്കെ, ഒരു സെക്ഷൻ പൊടിഞ്ഞു. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ഇതിലോട്ട് ഇനി അടുത്ത് എന്താ പരിപാടി? ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, പഞ്ചസാര, പാലൊഴിക്കും. ഓക്കെ, നമ്മുടെ ക്രഷിങ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മിക്സിങ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ എത്രയാണ് വേണ്ടേ? ഒരു നുള്ളും മതി കേട്ടോ ബേക്കിംഗ് പൗഡർ. ഓക്കെ. പിന്നെ എള്ള്. അപ്പോൾ ഇത് കറുത്ത തോടുള്ള എല്ലിന് വേണം അല്ലേ? തോടുള്ള എള്ളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് എത്രയാണ് വേണ്ടേ? അത് 1 സ്പൂൺ. ഇനി കൂടി തന്നെ പഞ്ചസാര ഫുള്ളും ചേർക്കാമല്ലോ? അതിനെ കുറയ്ക്കണ്ടല്ലോ. കുറച്ചത് തേങ്ങയിലും ഇടണം. ഓക്കെ, മാറ്റി വയ്ക്കാം അല്ലേ? കുറച്ച് പഞ്ചസാര മാറ്റിയിട്ട് ബാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എള്ളൊക്കെ ഇങ്ങ് പോകുന്നു. ഇനി ഏലക്കപ്പൊടി ചേർക്കും. അപ്പോൾ ഏലക്കപ്പൊടി എത്രയാ? ഒരു 1/4 സ്പൂൺ അല്ലേ?
1/4 സ്പൂൺ ഏലക്ക പൊടിച്ച് ഇനി അതിൽ പാല്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്ത് ഒരു 6 സ്ലൈസോളം ബ്രെഡ് പൊടിച്ചെടുത്ത് അതിലേക്ക് 1 സ്പൂൺ എള്ള്, ലേശം ഒരു നുള്ള് ബേക്കിംഗ് പൊടി, പഞ്ചസാര ഒരു 4 സ്പൂണോളം, ഒരു ഹാഫ് ബൗൾ, നമ്മളൊരു ഫുൾ ബൗൾ എടുത്ത് അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് പാലും കൂടെ ഒഴിക്കാം. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണോ? കുഴക്കാനായിട്ട് ഉരുട്ടി. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി അല്ലേ? ഇച്ചിരിയേ ഉള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് മാറ്റി. നമുക്ക് 10 മിനിറ്റ് ഇതിനെ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അതോ വെയിറ്റ് ചെയ്യണോ? അണ്ടിപ്പരിപ്പ് കിസ്മിസ് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കടുത്ത വർക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. പാൻ ചൂടായിട്ട് എണ്ണ അല്ലേ? കുറച്ച് മതിയല്ലോ? 2 സ്പൂൺ. പാനൊന്ന് ചൂടായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കിസ്മിസ് കഴിഞ്ഞ് ഇനി അടുത്ത അണ്ടിപ്പരിപ്പിടാം. ഇത് വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് കഷ്ണം മുറിച്ചെടുത്ത് വയ്ക്കുക. നമ്മുടെ വറുത്തിങ്ങോട്ടിടാനേ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി മതി അല്ലേ? ഒരുപാട് മൂത്ത് പോകാതെ നോക്കണം. വളരെ പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ രക്ഷയില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര. അപ്പോൾ നമ്മൾ പഞ്ചസാര കുറച്ച് മാറ്റി വെച്ചിരുന്നു ആദ്യമേ. എത്രയാണ് വേണ്ടേ?